കർണാടകയിൽ ഡോക്ടറുടെ വേഷത്തിലെത്തി നവജാത ശിശുവിനെ തട്ടിക്കൊണ്ടുപോയി. കലബുറഗി ജില്ലാ ആശുപത്രിയിലാണ് ഈ സംഭവം. നഴ്സിന്റെയും വേഷത്തിൽ എത്തിയ രണ്ട് സ്ത്രീകളാണ് ഇത്തരത്തിൽ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്. അമ്മയുടെ അടുത്തെത്തി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ഈ അമ്മയുടെ അടുത്തെത്തി കുഞ്ഞിനെ കുറച്ച് ടെസ്റ്റുകൾക്കായി കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ആശുപത്രിയിലും പിന്നീട് റോഡരികിലുള്ള മറ്റു കടകളിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസിന് ഇവർ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുപോയി, ആശുപത്രിയുടെ പുറത്തേക്ക് തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വിവരം മനസ്സിലായത്. വിവിധ CCTVകളുടെ ദൃശ്യങ്ങൾ ശേഖരിച്ച് സമഗ്രമായ ഒരു അന്വേഷണം വളരെ പെട്ടെന്ന് തന്നെ നടത്തിയതുകൊണ്ട് ആണ് അന്ന് തന്നെ 24 മണിക്കൂറിനകം തന്നെ ഈ കുഞ്ഞിനെ തിരിച്ച് എത്തിക്കാൻ കഴിഞ്ഞത്. കലബുർഗി പോലീസ് 24 മണിക്കൂർ. ഒരു വാർത്ത, കണ്ണൂരിൽ പോലീസ് ഉദ്യോഗസ്ഥയെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയെ പിടികൂടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഭർത്താവായ രാജേഷിനെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കണ്ണൂർ ഇങ്ങനെ ബംഗളൂരു അപ്പാർട്ട്മെന്റിൽ ഒരു കൊലപാതകം നടന്നു, അതിൽ മലയാളിക്ക് പങ്കുണ്ടെന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വന്നത്. പ്രതി എന്തായാലും ആരവ് ഈ അപ്പാർട്ട്മെന്റിൽ നിന്നും പോകുന്ന CCTV ദൃശ്യം പുറത്ത് വന്നിട്ടുണ്ട്. ഇന്നലെ രാവിലെ 8:20 ആരവ് അപ്പാർട്ട്മെന്റിൽ നിന്നും രക്ഷപ്പെട്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അസം സ്വദേശിയായ മായ ഗഗോയിയാണ് കൊല്ലപ്പെട്ടത്. മലയാളിയായ ആൺ സുഹൃത്താണ് പ്രതി എന്നാണ് സംശയം. ഇരുവരും സർവീസ് അപ്പാർട്ട്മെന്റിൽ എത്തിയ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കണ്ണൂർ സ്വദേശി തിരുവനന്തപുരം കല്ലറയിലെ സ്വർണ്ണക്കടയിൽ നിന്നും 15 പവൻ മോഷണം പോയി. കടയിലെത്തിയ സ്ത്രീ വള സാരിക്കിടയിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്നു. സംശയം തോന്നാതിരിക്കാൻ 25,000 രൂപയ്ക്ക് മറ്റൊരു വള വാങ്ങിയാണ് ഇവർ പോയത്. വളയുടെ എണ്ണത്തിൽ കുറവ് വന്നതിനെ തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷണം വ്യക്തമായത്. നെഞ്ചിന്റെ ഭാഗത്തുള്ള പച്ചകുത്തിയ പാട് കുർവ സംഘത്തിലെ മുഖ്യ കണ്ണിയായ സന്തോഷ് സെൽവത്തിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് ഇതാണ്. CCTV ദൃശ്യങ്ങളിൽ ഇത്തരം ഒരാളെ പോലീസ് കണ്ടെത്തി. തമിഴ്നാട്ടിലെ തേനി പോലീസ് നൽകിയ വിവരങ്ങളും പാലായിലടക്കം കാരണമാണിത്. CCTV ദൃശ്യങ്ങളിൽ നിന്നും അപകടകരമായ രീതിയിലാണ് വാഹനം വന്നത് എന്ന് വ്യക്തമാണ്. ബസ്സിന് മറ്റ് സാങ്കേതിക തകരാറ് ഇല്ലെന്നുകൂടി ഉറപ്പിച്ചാൽ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുക്കും. മലബാർ ഗോൾഡിലാണ് ഈ മാല മോഷണം പോയിട്ടുണ്ടായിരുന്നത്. മിനിഞ്ഞാന്നാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്നലെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഈ പ്രതിയുടെ ഫോട്ടോയും പുറത്തുവിടുന്നത്. കളമശ്ശേരിയിലെ ജെയ്സിയുടെ കൊലപാതക കേസിൽ പ്രതി ഗിരീഷ് ബാബു എത്തുന്ന CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18. ഹെൽമറ്റ് ധരിച്ച് ഫ്ളാറ്റിലേക്ക് കയറിപ്പോകുന്ന പ്രതി കൊലപാതകത്തിന് ശേഷം മറ്റൊരു ഷർട്ട് ധരിച്ചാണ് പുറത്തിറങ്ങുന്നത്.